ഇളമണ്ണൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഈ വർഷത്തെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗം ആരംഭിക്കുകയാണ്. പ്രദേശത്തുള്ള സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലെ കുട്ടികൾ. അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങളനുസരിച്ച് കാലാനുസൃതമായി നിർദ്ദേശിക്കപ്പെടുന്ന അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഈ സ്കൂൾ അന്തരീക്ഷത്തിൽ നിരവധി പദ്ധതികൾ ഞങ്ങൾ ഓരോ വർഷവും ഇപ്പോൾ നടത്തി മുമ്പോട്ട് പോവുകയാണ്. SSAയുടെ ഭാഗമായി ഞങ്ങൾ ഓരോ വർഷവും നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ SSAയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും 10 ലക്ഷം രൂപ ഞങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കപ്പെടുന്നുണ്ട്. നമ്മൾ 10 ലക്ഷം രൂപ മാറ്റിവെക്കപ്പെടുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള തുക നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ ചെലവഴിക്കുന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ സാധാരണ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇന്ന് നമ്മുടെ ലോക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നമ്മൾക്ക് മാതൃഭാഷ സംസാരിക്കാൻ അറിയാത്ത രാജ്യത്തെ സന്തതികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് കുറവാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റ് പട്ടണത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് രക്ഷകർത്താക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള കുട്ടികളുടെ ഒഴുക്ക് തടയുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളെ കൂടി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് ഒരു പദ്ധതി കഴിഞ്ഞ 2 വർഷക്കാലമായി ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലെയും കുട്ടികളെ ഇംഗ്ലീഷ് കുറച്ചുകൂടി അവർക്ക് അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ 2 വർഷക്കാലമായി ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന പദ്ധതി നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സ്കൂളുകളിലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി കാണാം. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കുവാനുള്ള ഒരു അവസരം നമ്മുടെ കുട്ടികൾക്ക് കൂടി കൊടുത്തുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് കഴിഞ്ഞ 2 വർഷക്കാലമായി പദ്ധതിയിടുന്നു. അടുത്ത വർഷവും അങ്ങനെയുള്ള പദ്ധതി തുടരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകളുണ്ട്. എന്നാൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക അധ്യാപികമാർ സ്കൂളുകളിൽ ഇല്ല.
ഞാൻ ഈ വർഷം അവസാനത്തോടു കൂടി 2 അധ്യാപകരെ കമ്പ്യൂട്ടർ മേഖലയിൽ കൂടുതൽ പരിജ്ഞാനമുള്ള 2 അധ്യാപികമാരെ തെരഞ്ഞെടുത്ത് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസം ഒരു സ്കൂളിൽ എന്ന കണക്കെ കമ്പ്യൂട്ടർ പരിജ്ഞാനം കുട്ടികളിൽ വർദ്ധിക്കുന്നതിന് വേണ്ടി IT മേഖലയുടെ പ്രാധാന്യം കുറച്ചു കാണാതെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ഇത് അപ്രാപ്യമല്ലാതാകുന്നതിന് വേണ്ടി കുട്ടികളെ ആ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ പരിജ്ഞാന പദ്ധതി ഞങ്ങൾ ഈ വർഷം ആരംഭിച്ചു. അടുത്ത വർഷവും അത് തുടരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക് കാര്യങ്ങൾ, കുട്ടികളുടെ കഴിവുകളും കുട്ടികൾക്ക് വേണ്ട മറ്റ് കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും അവർക്ക് അക്കാദമിക് കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി പണം വിനിയോഗിക്കുവാൻ ഞങ്ങളുടെ ഈ ഭരണസമിതി തീരുമാനിച്ചു. അതിന്റെ ഫലമായി നിരവധി പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നു. 2 മാസം 3 മാസം കൂടിയിരിക്കും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഹെഡ്മാസ്റ്റർമാരെ വിളിച്ച് മീറ്റിംഗ് കൂടാ. അതിനകത്ത് വെച്ച് അധ്യാപകരോട് ഞങ്ങൾ വളരെ കൃത്യമായി ഹെഡ്മാസ്റ്റർമാരോട് സൂചിപ്പിച്ചു, കുട്ടികളുടെ അക്കാദമിക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് പദ്ധതി നമ്മളോട് പറഞ്ഞാലും അത് ഗുണകരമാണ് എങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികൾ വെച്ച് മുമ്പോട്ട് പോകുന്നതിന് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു തടസ്സവും ഞങ്ങൾക്ക്. അയ്യപ്പൻ്റെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുകയും പറഞ്ഞത് വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. സാധാരണ സിനിമയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കാണ് കൂടുതലും പോകാറുള്ളത്. കോളേജുകളായാലും ഇത് വളരെ വ്യത്യസ്തമായൊരു പരിപാടി. അതുകൊണ്ട് തന്നെ രജനി ടീച്ചർ എൻ്റെ അമ്മാൻ്റെ മകൾ കൂടിയാണ്. രജനി വിളിച്ചപ്പോൾ തന്നെ ചടങ്ങ് കൂടി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ സന്തോഷം. അയ്യപ്പൻ്റെ കവിതയെപ്പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ കുറേ കാലത്തിന് ശേഷം എൻ്റെ സ്കൂളിലേക്ക് പോകുന്ന ഒരു തോന്നലാണ് വന്നത്. ഞാൻ LP സ്കൂളിൽ പഠിച്ച 1ാം ക്ലാസ് മുതൽ പഠിച്ച ഗവൺമെൻറ് LP സ്കൂളിലാണ്. പഠിക്കാത്തവർക്ക് അറിയുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ആ ഗുണം മറ്റ് പൊതുജനങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു ഓഫീസിലേക്ക് കടന്നു ചെന്നാൽ മതി. ഏതെങ്കിലും ഒരു ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസാകട്ടെ, വില്ലേജ് ഓഫീസാകട്ടെ, റവന്യൂ ഓഫീസാകട്ടെ, അവിടേക്ക് കടന്നു ചെന്നാൽ, ഞാൻ മൊത്തത്തിലല്ല പറയുന്നത്, ഒരു 90% കുട്ടികൾ പോയി കളിച്ചോട്ടെ മാഷേ, കുട്ടികൾ പോയി കളിച്ചോട്ടെ. ഓഫീസർമാരുടെ ഒരു പെരുമാറ്റം കണ്ടാൽ അപ്പോൾ നമുക്കറിയാം ഇവരേത് സ്കൂളിൽ പഠിച്ചവരാണെന്ന്. പൊതുജനങ്ങളോട് വളരെ സൗഹാർദ്ദപൂർവ്വം, വളരെ സൗമനസ്യപൂർവ്വം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്ന ഒരാൾ തീർച്ചയായിട്ടും സർക്കാർ സ്കൂളുകളിൽ പഠിക്കുകയോ അതല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ഒരു സർക്കാർ സ്കൂളിൽ പഠിക്കേണ്ട വ്യക്തി ആയിരിക്കും. അല്ലാത്തവർ പൊതുജനങ്ങളോട് ഇടപെടുന്നത് അവരുടെ യജമാനന്മാർ എന്നുള്ള തരത്തിലാണ്. വായിക്കുമ്പോൾ വളരെ ചെറിയ വരികളാണ് ഉള്ളത്. ഞാൻ ചിലത് ഭയങ്കര രസകരമായി നമുക്ക് ചിരി വരുന്നതാണ്. നമുക്ക് ഒറ്റ വായനയിൽ ചിരി വരും. ഉള്ളി എന്ന കവിത വായിച്ചപ്പോൾ വളരെ ചെറിയ കാര്യമാണ്. അയ്യപ്പൻ പറയുന്നത് വളരെ ചെറിയ കാര്യമാണ്. ഉള്ളി തൊട്ടാലും നമ്മുടെ കണ്ണ് നിറയും. പക്ഷേ ഉള്ളിയെ തൊടാതിരിക്കാൻ പറ്റില്ലല്ലോ, എല്ലാ കറിയിലും നീയുണ്ട്. അപ്പോൾ പിന്നെ തൊടാതെ എന്ത് ചെയ്യും? വളരെ ചെറിയ ചിന്തയാണ്. ഉള്ളി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും തൊട്ടാൽ കണ്ണ് നിറയും, ശരിയല്ലേ? പക്ഷേ അതുകൊണ്ട് ഇതിനെ തൊടാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുക? നമ്മുടെ ജീവിതത്തിൽ നിത്യ ഭക്ഷണത്തിൽ പെടുന്നൊരു കാര്യമാണ്. അതുപോലെ ഭൂമി എന്ന കവിതയിൽ പറയുന്നത് മരങ്ങൾ ഭൂമിയുടെ കാവൽ ഭടന്മാരാണ്, പടയാളികളാണ്. ആ പടയാളികളെ മനുഷ്യൻ വെട്ടിമുറിക്കുകയാണ്. തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ കുറവുകൾ, ശാരീരികമായ കുറവുകൾ ഒരു കുറവേ അല്ല. മാനസികമായി ഇത്രമാത്രം കഴിവുള്ള ഒരു കുട്ടി, ഏറ്റവും വലിയ സന്തോഷം അവൻ്റെ ഈ കഴിവിനെ ഇവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവനെ വേറിട്ട് കാണാതെ അവൻ്റെ കഴിവുകളെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് വളർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വായിക്കുവാനായി ഒരു പുസ്തകം പറയാം. അത് കൊച്ചുകുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ വായിക്കാം. പക്ഷേ അധ്യാപകർ
തീർച്ചയായിട്ടും ഞാനത് ഈ സ്കൂളിൽ മറ്റേ എല്ലാ സ്കൂളുകളിലും പോകുമ്പോൾ ഞാൻ പറയും, അവർക്ക് അധ്യാപകർ ഈ പുസ്തകം വായിക്കണമെന്ന് പറയും, രക്ഷിതാക്കൾ ഈ പുസ്തകം വായിക്കണമെന്ന് പറയും. ഈ സ്കൂളിൽ ഞാനത് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ആ പുസ്തകം വായിക്കാതെ തന്നെ ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളവരാണ് ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും. എങ്കിലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ